56 മിസ് കോളോ. ഡാ ബാലജി, കുളിച്ചത് മതി, പുറത്തിറങ്ങടാ. ബാലജി, ഇവനെവിടെ പോയി? ഇവൻ ഇവിടെയാണോ പോയി ചത്തത്? പേഴ്സ് കാണുന്നില്ല, ബാലാജിനും കാണുന്നില്ല. കഥവും തുറന്നിട്ട് ഒരുപക്ഷെ. സോറി പ്രിയ, പാർട്ടി കുറച്ച് ലേറ്റ് ആയി പോയി. പ്രിയ, ഞാൻ പുറപ്പെട്ടു പ്രിയ. ഇപ്പൊ 11:30. ഞാൻ ഷാർപ്പ് 2 മണിക്ക് അവിടെ എത്തും. പ്രിയ, ഞാൻ വണ്ടി കയറി, ട്രാഫിക്കിലാ, പോലീസ് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ നിന്നെ 2 മിനിറ്റ്സിൽ വിളിക്കും. ഓക്കെ? എന്റെ റൂം നമ്പർ 64. എന്റെ പേഴ്സും കാണുന്നില്ല, എന്റെ ഫ്രണ്ട് ബാലാജിനും കാണുന്നില്ല. എന്റെ റൂം ഓപ്പൺ ആയിട്ടുണ്ടായത്. ഒന്ന് പൈസയ്ക്ക് വേണ്ടി അവൻ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ അവൻ തന്നെ എന്റെ പേഴ്സ് എടുത്ത് മുങ്ങിക്കാണും. മിസ്റ്റർ കുമാർ, ഇവിടെ എങ്ങോട്ട് പോയതാ നീ ലേറ്റ് ആവുന്ന കരുതി വണ്ടി എടുത്ത് പെട്രോൾ അടിക്കാൻ പോയതാ. കയ്യിൽ കാശില്ലായിരുന്നു, അതുകൊണ്ട് നിന്റെ പേഴ്സ് എടുത്തോണ്ട് പോയി. തളർന്നു കിടന്ന് ഉറങ്ങുന്ന നിന്നെ ഉണർത്താൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോഴേക്കും നീ എന്നെ ഇങ്ങനെ സംശയിച്ചല്ലോ. വേണ്ട വിട്ടേക്ക്. നിർത്തടാ, ഈ സെന്റിമെന്റ് ഇമോഷൻ എന്റെ അടുത്ത് കാണിക്കണ്ട. 2 മണിക്കൂറിൽ കേരളത്തിലെത്തണം. വാ പോവാം. ഒന്ന് വാടാ. ഓരോ പ്രാവശ്യം പോണ്ടിച്ചേരി ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഹാഫ്ലി എക്സാമും ക്വാർട്ടർലി എക്സാമും കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ. അതുപോലെ പേടി മനസ്സിൽ തോന്നും. അല്ലെങ്കിൽ 1008 പ്രശ്നമായിട്ട് തലവേദനിക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓക്കെ. ഇന്ന് ഒരുത്തം പോലും കയ്യിൽ പെടുന്നില്ലല്ലോ. വേറെ വണ്ടി വരുന്നുണ്ടല്ലോ. TN10-104. മോനെ, സൈഡിലേക്ക് നിർത്തിക്കേ. അങ്ങോട്ട് പോ. കണ്ടാ ലെല്ലിപ്പൊട്ടിനെ പോലെയാണല്ലോ. അവന്റെ കാലൊക്കെ എത്തുന്നുണ്ടോ ആർക്കറിയാം. മോനെ, ക്ലാസ് ഇറക്കിക്കേ. എന്താ സാർ, ഇവിടെ ചെക്കിങ് നടക്കാണോ? മോനെ, ക്ലാസ് കട്ടടിച്ചാൽ നേരെ വീട്ടിൽ പോയി പോകോ ചാനൽ കണ്ടോണം. ഇവിടെ ഇങ്ങനെ ഹൈവേസിൽ കാർ ഓടിച്ചോണ്ട് നടക്കരുത്, മനസ്സിലായോ? സർ, നല്ല കോമഡി ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ തമാശക്ക് ശരിക്കും എനിക്ക് ടൈമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ചൂടായിട്ട് എനിക്ക് ഇവിടുന്ന് പോണേ. എന്തിനാ ദേഷ്യപ്പെടണേ? സ്വിഫ്റ്റ് മോഡൽ പുതിയതല്ലേ? അതെ, അതിനിപ്പോ എന്താ? കീയല്ലേ എങ്ങനെ? സർ, കീയൊക്കെ പഴയ മോഡലാ. സാർ കണ്ടില്ലേ? ഇതുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും. അങ്ങനെ വരട്ടെ. സർ, ആ കീ ഒന്ന് തരൂ. നിങ്ങൾ കളിക്കല്ലേ? മോനെ, ഞാനല്ലടാ കോൺസ്റ്റബിൾ. ക്യാച്ച് ഇറ്റ്. എങ്ങനെയുണ്ട് സർ? ആ ചാവി എന്താ? സർ, വണ്ടിന്റെ കീ താ സർ. 2 മണിക്കൂർ എനിക്ക് കേരളത്തിലേക്ക് എത്തണം. നിങ്ങളാണോ തൃശൂർ കളക്ടർ? പോയ ഉടൻ പീച്ചി ഡാം തുറന്നു വിടാൻ പോവാണോ? കണ്ടില്ലേ? What's happening, man? You two talk rubbish. I talk silent. I am not that type, man. If I also talk rubbish, this place becomes smelly. Why are you coming to Pondicherry? How many days are you staying here? Which purpose are you coming here? Excuse me, passport please. Sir, മനസ്സിലായില്ല sir. Passport please. Sir, പോണ്ടിച്ചേരി പോകാൻ എന്തിനാ sir passport? ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇംഗ്ലീഷിൽ എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, twinkle twinkle little star. പെട്ടെന്ന് മണിമാരൻ സാറിനെ പോയി കാണേ. എന്താ രണ്ടുപേരും പറഞ്ഞു വെച്ച് കൗണ്ടറിൽ കളിയാക്കണോ? ആദ്യം സാറിനൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഡുമയിൽ പണി വാങ്ങിച്ചു തരാം, കേട്ടോ? സാർ നമസ്കാരം സാർ. എന്റെ പേര് കുമാർ എന്നാ. യാതൊരു ബന്ധുവില്ല തന്നെ വണ്ടി ചെക്ക് ചെയ്യണമെന്നിട്ട് ചാവി വാങ്ങിച്ചു വെച്ചു സാർ. ഒന്ന് വേഗം ചെക്ക് ചെയ്തിട്ട് ചാവി തരാൻ പറയാം സാർ, എനിക്ക് പോണം. സാർ, ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവാ സാർ. പോലീസാണ്, മര്യാദയ്ക്ക് സംസാരിച്ച് തലയിൽ കയറാൻ നോക്കുക. എന്നെ കണ്ടത് പൊട്ടനെ പോലെ തോന്നുന്നു. I'm a decent guy from an educated family. Go that side, man. Don't treat me as a smuggling group. I should be in Kerala in 2 hours of time. Otherwise 2 crores lost. Will you give? Kindly reply, Mr. Manimaran. തോളത്ത് വരെ കയ്യെത്തിയ ചുമ്മാ ഇരിക്കുമ്പോ ചൊറിഞ്ഞോണ്ടിരിക്കും അല്ലേ? യെസ് സർ. ആ കൊതുക് ബാറ്റ് ചാർജിലിട്ടോ. കൊതുകിന്റെ ശല്യം താങ്ങാൻ പറ്റില്ല. ആരോട് പറഞ്ഞിട്ട് താൻ എന്നെ മുട്ടെന്ന് വിളിച്ചത്? എന്നെ കണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഹലോ, യു ആർ പോലീസ് ആൻഡ് പബ്ലിക്. യു മൈ സെർവന്റ്. By the way, one more advice. I am not afraid of police from my children. You got it?
എന്തിനാണ് എന്നെ തള്ളിയിട്ടത്? അളിയ ഞാൻ എപ്പോഴാടാ? പിന്നെ വേറെ ആരെ തള്ളിയിടാനാ? ആ പോലീസുകാരനാ. ആ പോലീസുകാരൻ എന്തിനാ എന്നെ തള്ളിയിടുന്നത്? അളിയ നമ്മൾ രണ്ടുപേരും ചാരായം കിടന്ന ആളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. വി ടീച്ച് ഹിം എ ലെസൺ, യു കം. എന്റെ അമ്മോ, അളിയ ഫഹദ് ഫാസിലാണ് സത്യം. ഞാനിത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ചെയ്തിട്ടില്ല അളിയ. നിക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം. സർ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ജനറേഷൻ തന്നെ കണ്ടിട്ടില്ല സർ. സർ, ഞങ്ങൾ രാവിലെ ബീച്ചിൽ വാക്കിംഗ് പോയിട്ട് അങ്ങനെ നേരെ പോയി അരവിന്ദാശ്രമത്തിലേക്ക് ധ്യാനിക്കാന്ന് കരുതി വണ്ടി പാർക്ക് ചെയ്തതാണ്. ആ സമയത്തായിരിക്കും സംഭവം നടന്നിരിക്കുന്നത്. ഈ സംഭവം നേരിൽ കണ്ട ആരെങ്കിലും ഒരാൾ ഹൈ, പോണ്ടിച്ചേരിൽ എന്നെ പോലെ ഒരാള്. അച്ഛൻ പണ്ട് പോണ്ടിച്ചേരിൽ എങ്ങനെ 20 ഫുള്ള്, 36 ഹാഫ്, 40 ക്വാർട്ടർ, 10 ബിയർ, 1 ജിന്ന്, 1 വോഡ്ക, 1 റമ്മ്, 4 ടിൻ ബിയർ. ഫ്രണ്ടിൽ 2 ബ്രീസറുണ്ട് സാറേ. മൊത്തം 38,426 രൂപ 26 പൈസ എക്സ്ക്ലൂഡിംഗ് ടാക്സ് വിത്ത് ബിൽ. ആ വമ്പൻ സ്രാവാണ് സാറേ. വി ആർ എക്സ്ട്രീംലി സോറി മിസ്റ്റർ മണിമാരൻ. വന്നാലുണ്ടല്ലോ, വീക്കെൻഡ് പാർട്ടിയുടെ പേരിൽ പോണ്ടിച്ചേരി വന്നിട്ട് 40,000 രൂപയ്ക്ക് മദ്യം മേടിച്ച് ബസാറിൽ കൊണ്ടുപോയി 60,000-നും 70,000-നും വിൽക്കുന്ന ഫ്രോഡായി നീയൊക്കെ എന്നെ പേരെടുത്ത് വിളിക്കാറായി. നീ നേരത്തെ എന്താ പറഞ്ഞത്? വി ആർ നോട്ട് ഫ്രീഡം പോലീസ് ഫ്രം ചിൽഡ്രൻസ് ആർ. എടാ വിവരദോഷി, ഫ്രം ചിൽഡ്രൻസ് അല്ല, ഫ്രം ചൈൽഡ്ഹുഡ്. നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് മാത്രമല്ലേ അറിയൂ? എനിക്ക് തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ ഒരുപാട് ഭാഷകൾ അറിയാം. കേൾക്കണോ നിങ്ങൾക്ക്? മേലാണ്ടി ചത്തനെ കൊടുക്കണി പട്ടുകണി ബൊക്കല വേസി മുക്കാമുത്തിനോടത് ചാച്ച ഇളക്കം ബന്ധോ ബാക്തോബെ ടോക് ദെന്നെ ചാഹി എൻകൗണ്ടർ കെ നാം പേ. നാ சொன்னது പുരിഞ്ഞതല്ലേ? മനസ്സിലായി വരുന്നുണ്ട് സാർ. മനസ്സിലായോടാ? സാർ എന്താ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ട്രൗസർ അഴിക്കുന്ന തോന്നുന്നത്. പക്ഷെ ഈ ദുഃഖത്തിൽ എനിക്കൊരു സന്തോഷം തോന്നുന്നു സാർ. സിനിമയിലേക്ക് വരുന്ന ഭരചന്ദ്രൻ IPS, ആരുടെ പുനേക്കാട് IPS, ഇവരെ പോലെ സാറും ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. ഐ സല്യൂട്ട്. സാർ കണ്ണാടിയില്ലെങ്കിൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല സാർ. അങ്ങോട്ട് നോക്കടാ. എടാ സാർ കണ്ണാടി എടുത്ത് മാറ്റിപ്പോ ഷോക്ക് അടിച്ച കാക്കെ പോലെ അല്ലേ നീയൊക്കെ? നീയാണ് എന്നെ കളിയാക്കാൻ നോക്കി. നിന്നെ പോലുള്ള ഫ്രോഡുകൾ കാരണം ഗവൺമെന്റിന് എത്ര കോടിയ ലോസ് എന്നറിയാമോ? ആ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഭക്ഷണം മേടി കൊടുക്കാം, എത്ര പേർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാം. ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ മലയാളികളെ വയറ്റത്തിരിക്കാൻ നോക്കി നിന്നെ കൊണ്ടല്ലോ. ഇവര് രണ്ടുപേരെയും മദ്യത്തോടൊപ്പം ഫോട്ടോ എടുത്ത് പ്രസിലേക്ക് അയക്കി വണ്ടി സീസ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് FIR തയ്യാറാക്കി അവരെ ലോക്കപ്പിൽ കൊണ്ടിടും. ബാക്കി കാര്യം ഞാൻ വൈകിട്ട് വന്നിട്ട് പറയാം. ലില്ലിപ്പുട്ടിനെ വല്ലാണ്ട് മെതിക്കണം. ഹായ് സെനോറിറ്റ. എന്താണ് FIR? I love you, Dichalo. See, sir speaking France. ക്യാമറ മൊബൈൽ ഉണ്ടോ? ഇല്ല സാർ. സാർ, ഇവന്റെ കയ്യിലുണ്ട് സാർ. ഒന്ന് എടുക്ക്. ഫോട്ടോ സെഷൻ തുടങ്ങാം. നിക്ക് നിക്ക്. നിക്കടാ. എന്താണ് രണ്ടുപേരും കൂടെ ഒട്ടി നിൽക്കുന്നത്? ഇങ്ങോട്ട് മാറ. ഒന്ന് വിട്ടാ മാക്സി സൈസിൽ ആൽബം ചോദിക്കുള്ളൂ. അക്യൂസ്ഡിനെ പോലെ നിക്കടാ, അപ്രന്റീസുകളെ. Idiot bloody fellows. Close your hands. Look and see. One minute. സാറേ, ട്രാഫിക് ജാം ആവുന്ന വണ്ടി എടുത്ത് സൈഡിലേക്ക് മാറ്റിടാൻ പറ. ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് സൈഡിലിട്ട്. RC book, license, both come to my booth. Carry on. Make it fast. പിന്നെ ബന്ധുക്കളെയും ക്ലോസ് റിലേറ്റീവ്സിനെയൊക്കെ അറിയിച്ചേക്ക് ചത്തെന്ന്. സോറി പോലീസിൽ കുടിയെന്ന്. എന്റെ കൂടെ വാ. ഇവര് പോലീസാണോ ഭ്രാന്തന്മാരാണോ? അവരുടെ സംസാരം കേട്ടില്ലേ? ആരെങ്കിലും ഇതൊക്കെ ഡിക്കിൽ വെക്കൂടാ. എന്റെ അധ്വാനം ഇല്ലാതാക്കിയ നിന്നെ. ഫോൺ വരുന്നു, അതെടുക്കേ. കുമാർ, നീ ഡ്രൈവിംഗിലാണോ? Am I disturbing you? അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ബൈ. ഡാ, കുമാർ. ഒന്ന് ഫോൺ വെച്ചിട്ട് പോ. അതെടാ, നിന്നുണ്ടല്ലോ. എന്നെ വഴക്ക് പറയാൻ ഞാൻ നിനക്ക് 2 ദിവസം സമയം തരാം. അപ്പൊ വഴക്ക് പറഞ്ഞു. തൽക്കാലം ഇവിടുന്ന് എസ്കേപ്പ് ആകാം. എങ്ങനെ എസ്കേപ്പ് ആവാനാടാ? നീ അങ്ങോട്ട് നോക്ക്. മ്യൂസിക് പ്രോഗ്രാമിലെ ജഡ്ജസിനെ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. വയസ്സങ്കാലത്ത് അയാൾ ഏതോ പ്രേമത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് കറക്റ്റ് സമയം. രക്ഷപ്പെടാളിയാ. പ്രശ്നമാകുവാളിയാ. ഞാനുള്ള നിന്റെ നല്ല രണ്ടല്ലേ ചെയ്യാറ്? എന്നിട്ടാണോ എടുത്താകത്ത് വെച്ചത്? കണ്ണടച്ച് തുറക്കും മുമ്പ് നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. നീ വാ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആർക്കും ഡൗട്ട് വരാതെ പതിയെ നടന്നാൽ മതി. ഓക്കെ, കാഷ്വൽ ആയിട്ട് നടക്കണം, വളരെ പതിയെ. ശരി, ഓക്കെ. ഇത് ഓവർ കാഷ്വൽ ആണ്. കുറച്ചോ വണ്ടി എടുക്ക്. വണ്ടി നിർത്തണം. എങ്ങനെയാണ് നമ്മുടെ എസ്കേപ്പ് ആയത്? എസ്കേപ്പ് ആയത്